ഹലോ ഗൈസ്, പുതിയ എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് FC മൊബൈലാണ്. അപ്പോൾ നമ്മുടെ FC മൊബൈലിൽ നമ്മൾ കളിക്കാൻ പോകുന്നത് അതിൽ ഹെഡ് ടു ഹെഡാണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. ഹെഡ് ടു ഹെഡ് നമുക്ക് വെക്കാം. അപ്പോൾ നമുക്ക് 525,000 കോയിൻസ് ഇട്ടു. അപ്പോൾ നമ്മൾ നിൽക്കിയപ്പോൾ ഈ ഐറ്റം ബാക്കിൽ നമുക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ പ്ലാൻ നിൽക്കിയുണ്ട്. നമ്മുടെ കളിയിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ ഇയാൾ ബലശാലിയാണോന്നൊന്നും അറിയില്ല. നമ്മളെന്തായാലും കളി വിൻ ചെയ്തിട്ട് ഈ ഗ്രൗണ്ടിൽ നിന്ന് പോവുക. അപ്പോൾ നമ്മുടെ കളി ഇവിടെ സ്റ്റാർട്ടാവാറായിട്ടുണ്ട്. നിങ്ങളുടെ OVR എത്രയാണ്? എൻ്റെ OVR 76 എത്ര ഉള്ള നിങ്ങളുടെ OVR ആണെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കളിയിലേക്ക് ഇപ്പോൾ തുടങ്ങാൻ പോവാണ്. അവൻ്റെ 65 എത്ര ഉള്ളതെന്ന് തോന്നുന്നു. എൻ്റെ കൂടെ ആരോ ഹെഡ് ടു ഹെഡ് കളിക്കാമെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതണം കേട്ടോ. അപ്പോൾ നമ്മൾ ഗോൾ ഇടേണ്ടി എംബാപ്പയൊക്കെ ഓട്ടം തന്നെയാണ്. നമ്മളും ഞാനാണ് കൺട്രോൾ ചെയ്യണേ. എന്നാലും എംബാപ്പ ഓട്ടം തന്നെയാണ്. അവൻ ഓടി വിൻ ചെയ്യുമോ ഓടി ഗോൾ അടിക്കുമ്പോൾ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ. മെച്ചോരെന്തായാലും അടിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. കട്ട ഡിഫൻസ് തന്നെയാണ്. നമ്മുടെ ആൾ ബോൾ വിട്ട് പോയി അപ്പോഴേക്ക് അവിടെ നമ്മളിപ്പോൾ അടിക്കാൻ പോകണം. അവൻ അപ്പോഴേക്ക് ബ്ലോക്ക് ഇട്ടു. ഞങ്ങളധികം വഴുകാണ്ട് തന്നെ ഗോൾ അടിച്ചിരിക്കുക. അത് എംബാപ്പയുടെ വാക്കാണ്. അവൻ വീണത് ഒരാളല്ലേ കൂടി വീഴ്ത്തിയവൻ. സാറില്ല, നെക്സ്റ്റ് ടൈം ഗോൾ അടിച്ചിട്ട് അവൻ്റെ മുകളിൽ പത്രാസ് കണ്ടില്ല. പത്രാസ് നമ്മൾ ഗോൾ അടിക്കാൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഗോൾ അടിക്കുമോ ഇല്ലയോ അറിഞ്ഞുകൂടാ. എന്തായാലും അടിച്ചിരിക്കും നമ്മൾ. അടിക്കടി ഗ്രൗണ്ടിൽ നിന്ന് ഒരിക്കലും പോയില്ല നമ്മൾ. എംബാപ്പ അടിച്ചില്ല. നമ്മളെന്തായാലും അടിച്ചിരിക്കും. നമ്മൾ എംബാപ്പ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എംബാപ്പ ബോൾ കിട്ടി ഓടുകൾ ഫ്രീ കിക്കാണ് കിട്ടാൻ പോയ. പക്ഷെ ഫ്രീ കിക്ക് നമ്മുടെ മിസ്സായി പോവുക. അവൻ എന്തായാലും മിസ്സായി പോയി. ഇതെന്തായാലും കളിക്കണം. എന്തായാലും മുട്ടയിൽ നിന്ന് ഒന്നേയിൽ നമ്മൾ മേടിക്കും. അതിനുള്ള പരിശ്രമമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കളിക്കുകയാണ്. എംബാപ്പെ അടിച്ചില്ല. വീണ് നമ്മളെ മിസ്സായി പോയി. സാറില്ല, നെക്സ്റ്റ് ടൈം വീണ് നോക്കാം. ഇപ്രാവശ്യം നമ്മൾ ഒരെണ്ണയിൽ അടിക്കും. കണ്ട നമ്മുടെ കളി കണ്ട ഗോളിക്ക് വരെ പ്രാന്ത് അടിച്ച്. എന്തായാലും നമ്മൾ അടിക്കും. ഇനി ഹാഫ് ടൈം കൂടി കഴിഞ്ഞിട്ടാണ് നമ്മുടെ കളിയിൽ വരാൻ പോണേ. നമ്മളെന്തായാലും ഗോൾ അടിക്കുക. അപ്പോൾ എതിരാളി ബോൾ കിട്ടി. നമ്മുടെ ആളുടെ ബോൾ കിട്ടി. എത്ര ചെയ്തു. എംബാപ്പ ഗോൾ അടിക്കാൻ പോണു. ഗോൾ! എംബാപ്പെ ഗോൾ അടിച്ചു. 1-2 എംബാപ്പെ ഗോൾ അടിച്ചു. അപ്പം എംബാപ്പെ ഇവിടെ ഗോൾ അടിച്ചിരിക്കുകയാണ്. സെല്യൂട്ട് കൊടുക്കുക. എംബാപ്പ അടിച്ചിട്ട് രണ്ടാമത്തെ ഗോൾ അടിക്കാൻ നമ്മൾ എന്തായാലും ചെയ്യും. എന്തായാലും അവർ പൊട്ടും ചിലപ്പോൾ. അറിയില്ല, നമ്മളെ പൊട്ടുക അവരെ പൊട്ടാന്നറിയില്ല. നമ്മൾ ഗോൾ അടിക്കാൻ എന്തായാലും നോക്കും. ഈ അവസരമാണ് നല്ല മിസ്സായ കൂടുതൽ. ഇത് ശരിക്കും നമ്മൾ 2 ഗോൾ അടിക്കേണ്ട സമയം കഴിഞ്ഞിരുന്നു. സാറില്ല, 1 ഗോൾ അടിച്ചില്ല, അത് മതി. അവരുടെ ഏതാണോ ടീം. ഇവിടെ എത്താറായിട്ടുണ്ട്. അവരെടുക്കാൻ പറ്റുമോ ഇല്ലയോ? ഇല്ലേ. അപ്പോൾ നമ്മൾ 1 ഗോൾ അടിച്ചിട്ട്
അവനടിക്കോ? ഇല്ല, അവനടിക്കാൻ പറ്റിയില്ല. നമ്മളിനി അടിക്കുകയാണാവോ അറിയില്ല. അപ്പോൾ വേറെ നോടത്ത് വെച്ചാണോ അടിക്കാൻ പറ്റുമോ? ഇല്ല, ഗോൾഡൻ ചാൻസ് ആയിരുന്നു കേട്ടോ പോയെ. സാറില്ല, അവർക്ക് ഇത് അല്ലാതെ കുറേ ചാൻസ് കിട്ടി, പക്ഷെ അവർക്ക് അടിക്കാൻ പറ്റിയില്ല. സാറില്ല, പിള്ളേരൊക്കെ അവരടിച്ചോളൂ. ഇനി കുറച്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഈ കളി അവസാനിക്കാൻ പോവാണ്. അവസാനിക്കാൻ സമയങ്ങൾ കുറച്ചും കൂടി വേണം. ഈ ഗെയിം അവസാനിക്കും. അവർക്ക് ഫ്രീ കിട്ടി, പക്ഷെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. പക്ഷെ കൺട്രോൾ കിട്ടിയ കാരണം അവർക്കൊരു ത്രോ പോയിട്ട് ഇവിടെ കൈകൊണ്ട് അറിയാണ്ട് ഒരു ത്രോ കിട്ടിയവർക്ക് ആ ത്രോ അവർ ഉപയോഗിക്കുമോ? ഇല്ല, ഉപയോഗിക്കാൻ പറ്റിയില്ല. നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. കളി കഴിയാലിൽ 3 മിനിറ്റ് കൂടി. കളി കഴിഞ്ഞോ? നമ്മൾ കളി കഴിഞ്ഞിരിക്കുകയാണ്, നമ്മൾ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയ്ക്കായി ബ്ലൂ